ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഈ ഒരു വീക്ക്ലി ടാസ്കിലേക്ക് നോമിനേഷൻ മുക്തി പവറും അതേപോലെ തന്നെ ക്യാപ്റ്റൻസി പവറും ഒക്കെ ബിഗ് ബോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏജൻസിന് കോയിനുകൾ കൊടുക്കാനായിട്ട് പറ്റും. ഓണേഴ്സ് ആണ് കോയിന് കൊടുക്കേണ്ടത് ഏജൻസിന്. 11 പേർക്കും കോയിൻസ് കൊടുക്കാനായിട്ട് പറ്റും. ഈ വീക്ക്ലി ടാസ്ക് അവസാനിക്കുന്ന ദിവസം ഏറ്റവും കൂടുതൽ കോയിനുകൾ കയ്യിലുള്ള ആളുകൾക്ക്, അതായത് അതിപ്പോ ഏജൻസ് ആവാം ഓണേഴ്സ് ആവാം, ഇത് ട്വിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് നോമിനേഷൻ മുക്തി ലഭിക്കുമെന്നായിരുന്നു ബിഗ് ബോസ് എഴുതിയിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ടാസ്കിന്റെ അവസാനം ഇൻസ്പെക്ടർമാരിൽ ഒരാൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് അവസരം ലഭിക്കുമെന്നും ബിഗ് ബോസ് പറഞ്ഞിരുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ടാസ്ക് തുടങ്ങി. ബസർ അടിച്ചത് ആര്യൻ ഓടിപ്പോയി ആ ഒരു ചാക്കൻ റാഞ്ചിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് ആ സൈഡിലോട്ട് പോകുന്നുണ്ട്. എന്തൊരു അന്യായമാണല്ലേ! ഇത്തിരി സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണോ ഒന്നേ? എന്തെങ്കിലും ഒരു ന്യായമൊക്കെ വേണ്ട ഒരു ഗെയിം കളിക്കുന്ന സമയത്ത്. ചാക്ക് എടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. ചാക്കിനകത്ത് ബോട്ടിൽ എടുക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഇവനാണെങ്കിൽ ഓടിപ്പോയി ആ സാധനം എടുത്തിട്ട് പോയി ഓടുന്നുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് കളിക്കുന്നത്. ഈ ഒരു പോയിന്റ് ടാസ്ക് ലെറ്ററിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നതാണ്. എന്നിട്ട് ബോട്ടിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. ഞാൻ അന്യായം ഒന്നും കാണിക്കത്തില്ല, ഞാൻ എല്ലാവർക്കും ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ഇതൊക്കെ കണ്ടിട്ട് കൈയോടെ പൊക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വെക്കാനായിട്ട് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വീണ്ടും എല്ലാവരും പോയി പൊസിഷൻസിൽ നിൽക്കുന്നു, ബസർ അടിക്കുന്നു, ഓടിപ്പോയി ബോട്ടിൽ എടുക്കുന്നു. പിന്നെ ഇത് ശരിക്കും ഒരു ഫിസിക്കൽ ടാസ്ക് ആയിട്ട് മാറുന്നുണ്ട്. ഉന്തും തള്ളൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ബോട്ടിൽ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പൊ എല്ലാവരും ബോട്ടിൽ കഴുകാനായിട്ടുള്ള ശ്രമങ്ങളിലാണ്. അത് കഴുകാനായിട്ടുള്ള സോപ്പും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. വാഷ്റൂമിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് കഴുകുന്നത്. ഇതൊക്കെയാണ് ലൈവിൽ നടന്നത് കേട്ടോ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.